ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ എപ്പോഴും ഡാർക്ക് കളേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പേസ്റ്റൽ ഷെയ്ഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ, പിസ്ത ഗ്രീൻ എന്നും പറയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിന് മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അതിനകത്തോട്ട് ഇതുപോലെ നല്ല ലേസ് വർക്ക് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ആലിയ കട്ടിന്റെ ഷേപ്പ് കൊടുത്തിട്ട്, എന്നാൽ അതുപോലെ ഫുൾ ആ ഒരു ഷേപ്പ്, ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ കൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലേസ് പാറ്റേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ഒരു വി നെക്കായിട്ട് കൊടുത്ത് മിഡിൽ പോർഷനിൽ ഇതേപോലെ ആ ഒരു എംബ്രോയിഡറി വരുന്ന പീസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളി ഇതുപോലെ ആ വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ആ ഓൾ ഓവർ പോയേക്കുന്ന ആ ഒരു എംബ്രോയിഡറി ശരിക്കും നല്ല ഫിനിഷിങ്ങിൽ ഭയങ്കര സ്മൂത്ത് ഒരു ത്രെഡ് കൊണ്ട് ചെയ്തില്ല, ആ ഒരു ഫീൽ. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത്. എന്നിട്ട് സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ ഇതേപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെറിയ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നെക്കാണ് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഇതുപോലെ നെക്കിലോട്ട് ഇതേപോലെ നല്ല 2 ലെയർ ലേസ് എല്ലാം വെച്ച്, ക്രോഷോ ലേസ്, അത് നല്ലൊരു ആ ലേസ് തന്നെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. വർക്കിന്റെ ഇത് കണ്ടോ, ലേസ് വർക്ക് കൊടുത്തേക്കുന്നത് ഇതേപോലെയാണ്. പിന്നെ ആ മെറ്റീരിയലിന്റെ ത്രെഡ് വർക്ക് കണ്ടോ, ഇത് അത്രയും ഫിനിഷിങ്ങിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കേട്ടോ. യോക്ക് ഈ ഒരു ലുക്കായിരിക്കും. ത്രെഡ് ഇത് കണ്ടോ, ശരിക്കും നമ്മൾ ഹാൻഡ് കൊണ്ട് ചെയ്തേക്കുന്ന അത്രയും അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇനി ഈ പാറ്റേൺ വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ വേറൊരു പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് വേണ്ടാന്നുള്ളവർക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. 48 ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ അടുത്ത പാറ്റേൺ ഇതേപോലെ ആ ഒരു കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് നല്ല, ഇതൊരു ക്ലോത്ത് പോലെയുള്ള അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് ആണ്. അതുപോലെ അത് നമ്മൾ ഇതുപോലെ ക്ലോസ് ആയിട്ട് ഈ ഒരു സ്ട്രൈറ്റ് ഇങ്ങനെ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ആ ലേസിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അത് ആ സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ആ ടൈപ്പ് ലേസ് ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ലേസ് ആണ് കേട്ടോ. അപ്പൊ അതുപോലെ ഉണ്ട്. ഇത് ഈ ഒരു പാറ്റേണും കൂടെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനത്തെയുള്ള പാറ്റേൺസ് ഒക്കെ ഒരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാനാണ് ഭംഗി. അല്ലെങ്കിൽ അതിന്റെ താഴെ നമ്മൾ ഇതേപോലെ ഒരു പലാസോ ബോട്ടം, അതിപ്പോൾ കോട്ടൺ വിത്ത് ഈ ഒരു സെയിം ടോൺ കിട്ടണമെങ്കിൽ ഒന്നുകിൽ കോട്ടൺ ലൈനിങ്ങോ ക്രേപ്പ് ലൈനിങ്ങോ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഒരു ബോട്ടം എന്നുള്ള പേരിലും മാത്രം വെയർ ചെയ്യാനായിട്ട്. അപ്പം നല്ല രസമായിട്ട് നല്ല ഷേപ്പായിട്ട് ഒതുങ്ങി തോന്നും. കാരണം ആ ഒരു കട്ടിങ് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, മാച്ച് ആവും, വണ്ണുള്ളവർക്ക് മാച്ച് ആവുമെന്ന്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല ഒതുക്കം ഇവിടെ നിന്ന് ആ ഫസ്റ്റ് പാറ്റേൺ ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. ഒട്ടും ഇങ്ങനെ ഒരു പറന്നു നിൽക്കാത്തൊരു സ്റ്റൈലായിട്ട് തോന്നി. അതുപോലെ ഈ ഒരു പാറ്റേണും ഇതുപോലെ നല്ലൊരു ഒതുക്കം. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ലേസ് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, അതിങ്ങനെ ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു ഇത് വണ്ണം തോന്നുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. 2 പാറ്റേൺസും അങ്ങനെ നമ്മൾ 2 പാറ്റേൺസിലോട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ 2 പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.